ഇന്നും നമ്മളെ ഒരു ഓണ വിഭവമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ 2 ദിവസമായിട്ട് ഓണത്തിന്റെ വിഭവങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ആദ്യം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് വറുത്തരച്ച സാമ്പാറാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് കുക്കറിൽ വെച്ചിട്ട് ഭയങ്കര സിമ്പിൾ ആയിട്ട് കഷ്ണങ്ങളൊന്നും അങ്ങനെ ഉടഞ്ഞു പോകാണ്ട് ഭയങ്കര സിമ്പിൾ ആയിട്ട് റെഡി ആക്കിയിട്ട് എടുക്കുന്ന അവിയലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഓണസദ്യയിൽ നമുക്ക് എല്ലാവർക്കും കഴിക്കാം. എല്ലാ കറികളും നമുക്ക് നല്ല ഇഷ്ടമാണ്. എല്ലാം കൂട്ടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് തന്നെയാണ്. പക്ഷെ അതിനകത്ത് എനിക്ക് തോന്നുന്നു നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ഇഷ്ടമുള്ള ഒരു കറിയാണ് കൂട്ടുകറി. അപ്പൊ ഇന്നത്തെ നമ്മുടെ റെസിപ്പി കൂട്ടുകറിയാണ്. കൂട്ടുകറി ആയിരുന്നാലും റെഡി ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ശരിക്കും ഒട്ടും പാടില്ല. ഇതിലേക്ക് നമുക്ക് ആകെ കൂടി ഒരു പണിയുള്ളത്, ഇതിലേക്ക് അത്യാവശ്യം നന്നായിട്ട് തേങ്ങ വേണം. തേങ്ങ നന്നായിട്ട് വറുത്തിട്ട് കഷ്ണങ്ങളൊക്കെ വേവിച്ച് കഴിഞ്ഞിട്ട് ഈ വറുത്ത് വെച്ചേക്കുന്ന തേങ്ങ ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അത്രയ്ക്കേ ഉള്ളൂ കൂട്ടുകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഓണത്തിന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. പുതിയതായിട്ടേക്കും ഓണത്തിന് ഓണസദ്യ ഒരുക്കണവരൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂട്ടുകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടാണെന്ന് വിചാരിക്കേണ്ട. ഭയങ്കര സിമ്പിളാണ്, റെഡി ആക്കിയിട്ട് എടുക്കുക. ഒരു പ്രാവശ്യം നിങ്ങൾക്ക് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത ഓണത്തിന് പിന്നെ എൻ്റെ വീഡിയോ ഒന്നും കാണാണ്ട് തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അത്രയ്ക്ക് സിമ്പിളാണ് കൂട്ടുകറി റെഡി ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് കൂട്ടുകറിയിലേക്കുള്ള കഷ്ണങ്ങൾ നമുക്ക് ഫസ്റ്റ് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പം ഞാൻ ഇതിലേക്ക് കറുത്ത കടലയാണ് എടുത്തേക്കുന്നത്. ചില സ്ഥലത്ത് കറുത്ത കടലയ്ക്ക് പകരം വെള്ളക്കടല വെക്കും. ചിലർ ഗ്രീൻ പീസ് വേവിച്ചിട്ട് അങ്ങനെയും ചേർക്കും. അപ്പം കടല ഏത് കടല വേണമെങ്കിലും എടുക്കാം. കറുത്ത കടലയാന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു കൂട്ടുകറിക്ക് കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. എനിക്ക് കറുത്ത കടലയാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് കടലയാണ് ഏത് ഗ്രീൻ പീസാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഓൾറെഡി വേവിച്ചിട്ട് റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ടാവണം. കാരണം ബാക്കിയുള്ള കഷ്ണങ്ങൾക്കൊന്നും അധികം വേവില്ല. കടല എന്ന് വെച്ചിട്ട് വേവിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കുറേ സമയം എടുക്കുമല്ലോ. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി കടല ഞാനിവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ബാക്കി എല്ലാ കഷ്ണങ്ങളും ഫ്രഷ് ആയിട്ടാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഈ കഷ്ണങ്ങൾ വേവിക്കാൻ വേണ്ടിയിട്ട് ഇടാം. അപ്പം ഞാനിവിടെ എന്താ ഏത്തക്കായ എടുത്തിട്ടുണ്ട്. ഒരു ഏത്തക്കായ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. കുറച്ച് വലിയ ഏത്തക്കായ ആയിരുന്നു. ഇത്രയ്ക്ക് ഏത്തക്കായ എടുത്തിട്ടുണ്ട്. പിന്നെ ചേന ഇത്രയ്ക്ക് ചേന എടുത്തിട്ടുണ്ട്. ഇത് ഒരു കപ്പ് ചേനയാണ്. ഒരു അര കപ്പ് ചേനയും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ചേന ഞാൻ ഒരു ഇച്ചിരി കൂടുതൽ ചേർക്കുന്നുണ്ട്. ഒരു 1.5 കപ്പ് ചേന ചേർക്കാം. ഒരു അര കപ്പും കൂടി ചേർക്കാം. വേവിച്ച് വെച്ചാണ് കറുത്ത കടല. ഇത് ഒരു കപ്പാട്ട് എടുത്തേക്കുന്നത്. ഞാനിവിടെ ഈ കപ്പിൽ ഒരു കപ്പാണ് എടുത്തേക്കുന്നത്. ചേന ഈ 250 ml മെഷീൻ കപ്പിൽ 1.5 കപ്പാണ് എടുത്തേക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഇതേപോലെ ഇങ്ങനെ കഷ്ണങ്ങൾ ഒരു ഏകദേശം അളവിൽ നിങ്ങൾ ചേർക്കുക. അപ്പോൾ മെഷീൻ കപ്പ് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെഷീൻ കപ്പിൽ അളവ് എടുത്തോ. അപ്പോൾ ചേന 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. ഏത്തക്കായ ഒരു വലിയൊരു ഏത്തക്കായ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ആ പുറത്ത് കട്ടി കൂടിയ അതുണ്ടല്ലോ, തൊണ്ടുണ്ടല്ലോ, തൊണ്ട നിങ്ങൾ എന്താ പറയുക വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് ചെത്തി കളഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതേപോലെ ഇങ്ങനെ ഭയങ്കര ചെറിയ പീസായിട്ട് കട്ട് ചെയ്യേണ്ടത്. ഇതേപോലെ ഇങ്ങനെ കുറച്ച് ഇതേപോലെ പീസായിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ കടലയായിരുന്നാലും ആ കപ്പിൽ ഒരു കപ്പ് കടല എടുത്തിട്ടുണ്ട്. ഇത് വേവിച്ച് വെച്ചേക്കണം കടല കേട്ടോ. ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ചേർക്കാണ്. കാരണം ഇപ്പോൾ കടല അങ്ങനെ അങ്ങനെ ഉടഞ്ഞു പോകില്ലല്ലോ. അപ്പോൾ അത് കഷ്ണങ്ങൾ വേവാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട, കടല ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുമ്പളങ്ങ ചേർക്കാം, അല്ലെങ്കിൽ വെള്ളരിക്ക ചേർക്കാം. ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേർക്കാം. അത് ഞാനിവിടെ അര കപ്പാണ് എടുത്തേക്കുന്നത്. ഇത് ഞാനിവിടെ വെള്ളരിക്കായിട്ട് എടുത്തേക്കുന്നത്. കുമ്പളങ്ങ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുമ്പളങ്ങ ഇടുക. ഇതിപ്പോൾ നിങ്ങളുടെ അടുത്ത് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേർക്കാം. ഇനിയിപ്പോൾ ഇത് ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബാക്കിയുള്ള 3 ചേർത്തിട്ടും ഇത് റെഡിയാക്കിയിട്ട് ഇടുക. പിന്നെ ചില സ്ഥലത്ത് എനിക്ക് തോന്നുന്നു കൂട്ടുകറിയിൽ പിന്നെയും വേറെ കുറേ കഷ്ണങ്ങളൊക്കെ ചേർക്കും. പക്ഷേ ഇത്രയൊക്കെ കഷ്ണങ്ങൾ ചേർത്തുണ്ടാക്കിയാലും നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. കാരണം നമ്മുടെ ഓണത്തിൻ്റെ എന്ത് കറികൾ നമ്മൾ ഇട്ടാലും പല സ്ഥലത്തും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. പക്ഷേ നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കുക, സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കുക. ഇന്ന് രാവിലെ ഞാൻ കടയിൽ പോയിട്ട് കറിവേപ്പില വാങ്ങിച്ചു വന്നിട്ടുണ്ട്. ഇതിന് മുമ്പ് നമ്മൾ ഓണത്തിൻ്റെ 2 റെസിപ്പികൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ അടുത്ത് കറിവേപ്പില ഉണ്ടായിരുന്നില്ല, പോയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അടുത്തത് ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. മഞ്ഞൾപ്പൊടി ഞാൻ ഇതിലേക്ക് അര ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. പിന്നെ എരിവിന് വേണ്ടിയിട്ട് മുളക് പൊടി ഞാനിതിലേക്ക് ഇപ്പം 1 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ തേങ്ങ വറുത്തിട്ട് എടുക്കുമ്പോൾ ഒരു അര ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടിയിട്ട് ചേർക്കാം. അല്ലെങ്കിൽ മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. കാരണം പല മുളക് പൊടിക്കും പല എരിവായിരിക്കില്ല. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന മുളക് പൊടി ആകുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ മുളക് പൊടി തന്നെ കറക്റ്റ് ഒരു അളവ് പറയുന്നില്ല. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണാണ് ചേർത്തേക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു അര ടേബിൾ സ്പൂൺ മുളക് പൊടി നമ്മൾ തേങ്ങ വറുത്തിട്ട് എടുക്കില്ല, അപ്പോൾ നമുക്ക് ചേർക്കാം. ഇനി അടുത്തത് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് കുരുമുളകാണ് ചേർക്കുന്നത്. കൂട്ടുകറിയിൽ കുരുമുളക് അത്യാവശ്യം നന്നായിട്ട് ചേർക്കണം. കുരുമുളകിൻ്റെ ഒരു ടേസ്റ്റ് കുറച്ചൊന്ന് മുന്നിട്ട് നിൽക്കണം. അപ്പോഴായിരിക്കും നമ്മുടെ കൂട്ടുകറി കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ കുരുമുളക് പൊടി ഞാൻ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. അത്രയ്ക്ക് ചേർക്കണം കേട്ടോ കുരുമുളക് പൊടി. മുളക് പൊടി കുറച്ച് കുറവ് ചേർത്താലും കുഴപ്പമില്ല. കുരുമുളക് പൊടി ഇത്രയ്ക്ക് ചേർക്കണം. ഇത്രയ്ക്ക് കഷ്ണങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇത്രയ്ക്ക് ചേർക്കുക. ഇതിലും കുറച്ച് കഷ്ണങ്ങൾ കുറവാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി കേട്ടോ. 1 ടേബിൾ സ്പൂൺ
ഒരു 1/2 ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് ഇതിലേക്ക് നമുക്ക് കഷ്ണങ്ങൾ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെള്ളം ചേർക്കാം. അപ്പോൾ ഇത്രയ്ക്ക് വെള്ളം ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ചേന എടുത്തേക്കുന്നത് ഞങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ള ചേന കിട്ടില്ല. അപ്പോൾ ഞാനിവിടെ ഫ്രോസൺ ചേനയാണ് എടുത്തേക്കുന്നത്. ഫ്രോസൺ ചേനയാണ് നിങ്ങൾ എടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേന നല്ല തണുപ്പോട് കൂടിയിട്ട് ഇതിലേക്ക് ഇടരുത് കേട്ടോ. നിങ്ങൾ നേരത്തെ കൂട്ടിയിട്ട് പുറത്തെടുത്ത് വെക്കുക. അപ്പോൾ നല്ല തണുപ്പാറില്ല. നന്നായിട്ട് തണുപ്പാറി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇങ്ങനെ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്താൽ മതി. അതെനിക്ക് തോന്നുന്നു ഫ്രോസൺ സാധനങ്ങൾ എന്തായിരുന്നാലും നമ്മൾ ഫ്രീസറിൽ നിന്ന് എടുത്ത വഴിക്ക് തന്നെ നമ്മൾ കറി വയ്ക്കാൻ എടുത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിറച്ചിങ്ങനെ വെള്ളം ഉണ്ടാവും. അപ്പോൾ അതിങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് ചൂടായി കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ എന്താ പറയുക ഒരു വെള്ളം കയറിയിട്ട് ഒരു സ്പോഞ്ച് പോലെ ഇരിക്കും. അപ്പോൾ നന്നായിട്ട് തണുപ്പാറിയിട്ട് വേണോടെ ചേന ചേർക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതേപോലെ തന്നെ ചില സമയത്ത് ചേനയ്ക്ക് ചിലപ്പോൾ എത്ര ഇട്ടാലും വേവിച്ചിട്ടുണ്ടെങ്കിൽ വേവില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമയമൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓണത്തിന് മുമ്പ് തന്നെ നമ്മൾ എടുക്കണ ചേന ഒരു 2 കഷ്ണം ഒന്ന് ഇട്ടിട്ട് ഒന്ന് കുക്കറിൽ വെച്ചിട്ട് ജസ്റ്റ് ഒരു വിസിലൊന്ന് അടിച്ച് നോക്കാം ചേന വേവുള്ള ചേനയാണോ എന്ന്. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഇതേപോലെ കൂട്ടുകറിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മൾ ചേനയൊക്കെ വെച്ച് കഴിയുമ്പോൾ എല്ലാ കഷ്ണങ്ങളും വേവും. ചിലപ്പോൾ ഈ ചേന മാത്രം കല്ലുപോലെ കിടക്കും. അപ്പം അങ്ങനെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ നേരത്തെ കൂട്ടിയിട്ട് ടെസ്റ്റ് ചെയ്ത് എടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലതായിട്ടാണ്. ഇത് ഞാൻ നേരത്തെ കൂട്ടിയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നന്നായിട്ട് വേവണം ചേനയാണ്. അല്ലെങ്കിൽ ഇവിടെ ചില സമയത്ത് ഫ്രോസൺ ചേന കിട്ടുമ്പോൾ ചില സമയത്ത് അങ്ങനെ വെന്ത് അങ്ങനെ സോഫ്റ്റ് ആയിട്ട് വരില്ല. അപ്പോൾ ഇനി നമ്മുടെ കഷ്ണങ്ങൾ ഇവിടെ നിന്നിട്ട് വേവണ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള തേങ്ങ വറുത്തിട്ടെടുക്കാം. തേങ്ങ വറുത്തും കൂടി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് പണികളോട്ടാം. അപ്പോൾ ഈ കഷ്ണത്തിൻ്റെ കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്യുക. പിന്നെ ചില സ്ഥലത്ത് കൂട്ടുകറി വയ്ക്കുമ്പോൾ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ കുറച്ച് ജീരകവും കൂടിയിട്ട് അരച്ചിട്ട് ചേർക്കും. ചില സ്ഥലത്ത് ഈ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോണ തേങ്ങ ഉണ്ടല്ലോ ആ തേങ്ങ പിന്നെ ചില സ്ഥലത്ത് നമ്മളിപ്പോൾ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് പോണ തേങ്ങ ഉണ്ടല്ലോ ആ തേങ്ങയിൽ നിന്ന് കുറച്ചെടുത്തിട്ടാണ് നല്ല പേസ്റ്റ് പോലെ വളരെ കുറച്ചെടുത്തിട്ട് പേസ്റ്റ് പോലെ അരച്ചിട്ട് അങ്ങനെ ചേർക്കും. ചില സ്ഥലത്ത് ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ കുറച്ച് അരച്ച് ചേർക്കും. ചില സ്ഥലത്ത് ഈ വറുത്തെടുത്തേക്കുന്ന തേങ്ങ കുറച്ച് അരച്ച് ചേർക്കും. അതിങ്ങനെ എനിക്കാണോ പല സ്ഥലത്തും അതിനകത്ത് വ്യത്യാസം ഉണ്ട് കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇന്നിവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് പോണത് വറുത്തെടുത്തേക്കണ തേങ്ങയിൽ നിന്ന് ഒരു പിടി തേങ്ങ എടുത്തിട്ട് അത് അരച്ചിട്ട് ചേർക്കും. ബാക്കിയുള്ള വറുത്തെടുത്തേക്കണ തേങ്ങ കഷ്ണങ്ങളിൽ ഇട്ടിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിപ്പോൾ എങ്ങനെയൊക്കെ ചെയ്താലും എനിക്ക് തോന്നും അതിന് വലിയ ടേസ്റ്റിലൊന്നും അങ്ങനെ വലിയ വ്യത്യാസമൊന്നും വരില്ല. അപ്പോൾ ഈ നമുക്ക് തേങ്ങ വറുത്തിട്ടെടുക്കാം. എങ്ങാനും ഈ കഷ്ണങ്ങൾ ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വെള്ളമൊക്കെ വറ്റി കഴിഞ്ഞിട്ട് ഇപ്പോൾ ആദ്യമായിട്ട് വയ്ക്കണവരൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വെള്ളമൊക്കെ വറ്റി കഴിയുമ്പോൾ കഷ്ണങ്ങൾ വെന്തിട്ടില്ല. അപ്പോൾ അങ്ങനെ വരാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം നന്നായിട്ട് തിളപ്പിച്ചിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ചെറിയ തീയിൽ മൂടി വെച്ചിട്ട് കഷ്ണങ്ങൾ ശരിക്കും നന്നായിട്ട് വേവണം കേട്ടോ കൂട്ടുകറിക്ക്. അപ്പോൾ അത് ഓർത്തിട്ട് പേടിക്കണ്ട. പിന്നെ ചിലപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർക്ക് ചിലപ്പോൾ സംശയം ഉണ്ടാകും ഇതിപ്പോൾ ഞാനെടുക്കുന്ന കഷ്ണങ്ങൾ കുറച്ച് കൂടിപ്പോയോ കുറച്ച് കുറഞ്ഞു പോയെന്ന്. അതൊരു ഇച്ചിരി കൂടിയാലും ഇച്ചിരി കുറഞ്ഞാലും ഒന്നും കുഴപ്പമൊന്നുമില്ല. തേങ്ങ നന്നായിട്ട് വറുത്തിട്ട് ചേർക്കുക. അപ്പോൾ ഏത് കൂട്ടുകറിക്ക് എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് തേങ്ങ വറുക്കാൻ വേണ്ടിയിട്ട് വെക്കാം. തേങ്ങ വറുത്തെടുക്കാൻ വേണ്ടി ഇത്തിരി സമയം എടുക്കും. എന്നിട്ട് ആ സമയം കൊണ്ട് നമ്മുടെ കഷ്ണങ്ങൾ നമുക്ക് വെന്ത് കിട്ടും. അപ്പോൾ നമ്മുടെ കഷ്ണങ്ങൾ അവിടെ ഇരുന്നിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് തിള വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ തീ ഒന്ന് കുറച്ചിട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ തിളച്ച് പോകട്ടെ, അത് ശ്രദ്ധിക്കണം. തേങ്ങ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചീനച്ചട്ടി എന്ന് തന്നെ പറയാം. ചീനച്ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുക. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഫസ്റ്റ് നമ്മൾ ഉഴുന്ന് പരിപ്പാണ് ചേർക്കുന്നത്. നമ്മൾ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കണ ഉഴുന്നുണ്ടല്ലോ ആ ഉഴുന്ന് അത് ഒരു 5 ടേബിൾ സ്പൂൺ ഇതേപോലെ ഇങ്ങനെ ടേബിൾ സ്പൂണിൽ ഇങ്ങനെ എടുക്കുന്നുണ്ട്. ഉഴുന്ന് പരിപ്പ് ഒന്ന് മൊരിയട്ടെ. ഒന്ന് മൊരിഞ്ഞ് കഴിഞ്ഞിട്ട് വേണം തേങ്ങ ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ചിലപ്പോൾ ഉഴുന്ന് ചേർക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ചിലർക്ക് സംശയം ഉണ്ടാവും ഇത് എങ്ങനെ കഴുകണോ എന്നൊക്കെ. അത് കഴുകി വെയിലുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയിട്ട് ജസ്റ്റ് ഒന്ന് അരിപ്പയിലിട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കഴുകിയിട്ട് ഒരു തുണിയിൽ വിരിച്ച് ഒന്ന് വെയിലത്ത് വെച്ചാൽ മതി. അല്ലെങ്കിൽ ഒരു തുണിയിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് തുടച്ച് അതിൻ്റെ വെള്ളം കളഞ്ഞിട്ട് എടുത്താലും മതി. അപ്പോൾ ഇതൊരു ചെറിയൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് തേങ്ങയാണ് ചേർക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു വലിയൊരു തേങ്ങ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. തേങ്ങ ഇത്രയ്ക്ക് തന്നെ വേണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ തേങ്ങ നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഇതിലേക്കൊരു 3/4 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം കേട്ടോ. ഈ തേങ്ങ നന്നായിട്ട് മൊരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ കളറല്ല കേട്ടോ. ഗോൾഡൻ കളറിൽ നിന്ന് മാറിയിട്ട് തേങ്ങ ഒന്നും കൂടി ഒന്ന് മൊരിഞ്ഞ് കഴിയുമ്പോൾ ഒരു ബ്രൗൺ കളറായിട്ട് വരില്ല. അങ്ങനത്തെ കളറിൽ വരണം. പക്ഷേ ബ്രൗൺ കളർ ആക്കാൻ വേണ്ടിയിട്ട് തീ ഒരുപാട് കൂട്ടി വയ്ക്കരുത്. ശരിക്കും തേങ്ങ വറുത്തെടുക്കുന്നതിലാണ് നമ്മുടെ ഈ കൂട്ടുകറിയുടെ ടേസ്റ്റ് ഇരിക്കുന്നത്. നമ്മുടെ തേങ്ങ ഒന്ന് മൊരിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് ഒരു ഇച്ചിരി കൂടി വെളിച്ചെണ്ണ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഒരുപാട് അങ്ങനെ വെളിച്ചെണ്ണയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഒരു ഇച്ചിരി വെളിച്ചെണ്ണ കൂടി ചേർക്കട്ടെ.
ഞാനിവിടെ ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. കാരണം നമുക്ക് കഷ്ണങ്ങൾ നേരത്തെ കൂട്ടിയിട്ട് വെന്ത് കിട്ടിയിട്ട് കാര്യമില്ല. നമ്മുടെ തേങ്ങയും കൂട്ടിയിട്ട് നമുക്ക് വറുത്തെടുത്ത് കഴിഞ്ഞാലേ നമുക്ക് കാര്യമുള്ളൂ. നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഞാൻ നോക്കിക്കേ, ഇപ്പോൾ തേങ്ങ നല്ലൊരു ബ്രൗൺ കളറായിട്ടുണ്ട്. ഇതേപോലെ ഇങ്ങനെ കളർ വരണുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടിയിട്ട് ചേർക്കണുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കുന്ന കഷ്ണങ്ങൾ എല്ലാവരും ഇപ്പോൾ വെന്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കോട്ടെ എരിവ് എങ്ങനെയുണ്ടെന്ന്. അതിനകത്ത് എരിവ് കൂടുതലുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തേങ്ങ വറുത്തതിൽ ഇപ്പോൾ നമ്മൾ ഈ ചേർക്കണ ഈ മുളക് പൊടി ചേർക്കണ്ട കേട്ടോ. അത് അവസാനമൊക്കെ ആകുമ്പോൾ തീ നന്നായിട്ട് കുറച്ച് വയ്ക്കണം. അല്ലെങ്കിൽ തേങ്ങ മുരിഞ്ഞിരിക്കുന്ന തേങ്ങ തീ എങ്ങാനും കുറച്ചെങ്ങാനും കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞ് പോകട്ടെ. ആ മുളക് ചേർത്ത് കഴിഞ്ഞിട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ആ മുളകും അതിൻ്റെ കൂടെ നന്നായിട്ട് ചേർന്ന് ആ മുളകിൻ്റെ ഒരു പച്ച സ്മെല്ലുണ്ടല്ലോ അതൊന്ന് പൊക്കോട്ടെ. ഈ തീ ഓഫ് ചെയ്യാണ്. ഈ വറുത്ത് എടുത്തേക്കണ ഈ തേങ്ങ നമുക്ക് കുറച്ച് തേങ്ങ നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുക. അതായത് ഇതേപോലെ ഇങ്ങനെ ടേബിൾ സ്പൂണിൽ എടുക്കുക. ഒരു 2, 3, ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ടെടുക്കുക. ഒരുപാട് തേങ്ങ അരച്ച് ചേർക്കണ്ട. ഇനി നമ്മുടെ കഷ്ണങ്ങൾ എന്തായി നോക്കാം. അപ്പോൾ ഇതിനകത്ത് കഷ്ണങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ തേങ്ങ എടുത്ത് വെച്ചിട്ടില്ലേ, അത് ഞാൻ അരച്ചു കൊണ്ടിട്ട് അത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഇനി തേങ്ങ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്താൽ മതി കേട്ടോ. കുറേ വെള്ളം ചേർത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങ ശരിക്കും അരഞ്ഞു കിട്ടില്ല കേട്ടോ. അപ്പോൾ ഇനി തേങ്ങ അരച്ചെടുക്കട്ടെ. അപ്പോൾ തേങ്ങ ഞാനിവിടെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങ ചേർക്കാൻ പോണതിന് മുമ്പ് നമ്മൾ കൂട്ടുകറിയിൽ സാധാരണ കുറച്ച് ശർക്കര കൂടിയിട്ട് ചേർക്കുന്നത്. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ശർക്കരയും കൂടിയിട്ട് ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ശർക്കര നിങ്ങൾക്ക് വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേർത്തിനും കുഴപ്പമില്ല. പക്ഷേ സാധാരണ കൂട്ടുകറിക്ക് അങ്ങനെ ശർക്കര ഒരു ഇച്ചിരി ചേർക്കും. ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചേക്കണ തേങ്ങ എടുത്തില്ലേ, അത് അരച്ചെടുത്തത് അതും കൂടിയിട്ട് ഇതിലേക്ക് ചേർക്കും. ഉപ്പൊക്കെ ചേർക്കുമ്പോൾ ഫസ്റ്റ് കുറച്ച് ചേർക്കാം. എന്നിട്ട് എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പ് ചേർത്താൽ പറ്റില്ല. കാരണം ഉപ്പൊക്കെ കൂടിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഞാൻ തീ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അതിനകത്ത് ചെറുതായിട്ട് ഇങ്ങനെ ഒരു കുറുകിയ ഒരു ചാറുണ്ടല്ലോ, അത് കുഴപ്പമില്ല. നമ്മൾ ഈ തേങ്ങ വറുത്തതും കൂടിയിട്ട് ഇതിൻ്റെ കൂടിയിട്ട് മിക്സ് ചെയ്യുമ്പോൾ അതെല്ലാം കൂട്ടിയിട്ടൊന്ന് ചേർന്ന് വരാൻ ആവശ്യത്തിന് നമുക്ക് ഒരു ഇച്ചിരി ഇതേപോലെ ഒരു തിക്കായിട്ടുള്ള ഒരു ഗ്രേവി വേണം. ഇത് ഒരുപാട് വെള്ളം പോലെയല്ല കേട്ടോ ഇരിക്കുന്നത്. നമ്മൾ ഈ വറുത്ത് വെച്ചേക്കണ തേങ്ങ ഇതിലേക്ക് ചേർക്കാം. ഇനി നമുക്ക് തേങ്ങ ഇതിൻ്റെ കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇങ്ങനെ ഒന്ന് നന്നായിട്ട് ഒതുക്കി അങ്ങോട്ട് മൂടി വെച്ചേക്കാം. എന്നിട്ട് നമുക്ക് സദ്യക്ക് നമ്മൾ ഓരോ കറികൾ എടുക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ കൂട്ടുകറിയും കൂടിയിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ ഓണസദ്യക്കുള്ള കൂട്ടുകറി റെഡി ആയിട്ടുണ്ട്. അത് താഴെ വയ്ക്കട്ടെ, കയ്യിൽ പിടിക്കുന്നില്ല കാരണം നല്ല ചൂടുണ്ട്. അപ്പോൾ നിങ്ങൾ ഓണത്തിന് നിങ്ങൾ കൂട്ടുകറി റെഡിയാക്കിയിട്ട് നോക്കാം. ശരിക്കും കൂട്ടുകറി റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാടില്ല. കഷ്ണങ്ങളെല്ലാം കൂടിയിട്ട് ഫസ്റ്റ് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് കുരുമുളക് പൊടി, കുറച്ചധികം കുരുമുളക് പൊടി, കുറച്ച് കറിവേപ്പിലയും ഇട്ടിട്ട് ഫസ്റ്റ് കഷ്ണങ്ങൾ വേവിക്കുക. അത് കഴിഞ്ഞിട്ട് തേങ്ങ നമ്മൾ വറുത്തിട്ടെടുക്കുക. ആ വറുത്തെടുത്തേക്കണ തേങ്ങയിൽ നിന്ന് കുറച്ച് അരച്ചിട്ട് ചേർക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയ കഷ്ണം ശർക്കരയും ചേർക്കുക, ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. അത് കഴിഞ്ഞിട്ട് എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ ചാറ് ഒന്ന് നന്നായിട്ടൊന്ന് കുറുകി വരണം. വെള്ളം കാനം കൂടുതലുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് ഒന്ന് കുറുകി കഴിഞ്ഞിട്ട് വേണം തീ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ തീ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് വറുത്ത് വെച്ചേക്കണം തേങ്ങയും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. തേങ്ങ വറുത്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, തീ ഒരുപാട് കൂട്ടി വയ്ക്കരുത്. തേങ്ങ ശരിക്കും നന്നായിട്ട് മുരിയണം, എന്നാൽ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഒരു കരിഞ്ഞ ടേസ്റ്റൊക്കെ വരും കേട്ടോ. പിന്നെ മധുരം നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലവർക്ക് ചിലപ്പോൾ കൂട്ടുകറിയിൽ കുറച്ചുകൂടി മധുരം ഇഷ്ടമുണ്ടാവും. അപ്പോൾ അതനുസരിച്ചിട്ട് ശർക്കര ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ മധുരം തീരെ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശർക്കര ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഓണത്തിന് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണം കേട്ടോ. അതേപോലെ തന്നെ ഇത് നമ്മൾ കഴിക്കുമ്പോഴായിരുന്നാലും നമ്മൾ ആ ഉഴുന്ന് പരിപ്പ് നമ്മൾ വറുത്തിട്ടിട്ടില്ലേ, അതിങ്ങനെ കഴിക്കുമ്പോഴായിരുന്നാലും ഞാൻ കഴിച്ചോട്ടെ. അതിലേക്കിട്ട് പറയാം, സ്പൂൺ എടുക്കട്ടെ. കുറച്ച് അത് ആ ഉഴുന്ന് പരിപ്പ് നമുക്കിങ്ങനെ കടിക്കാൻ വേണ്ടിയിട്ട് കിട്ടും. അത് നല്ല നല്ല ടേസ്റ്റാണ്. പിന്നെ കഴിച്ചോട്ടെ. കഷ്ണങ്ങളൊക്കെ ആയിരുന്നാലും നന്നായിട്ട് വെന്തിട്ടുണ്ട്. കടലൊക്കെ കൂടിയിട്ടാണ് കഴിക്കുമ്പോൾ ഞാൻ കൂടുതൽ വിവരിച്ച് പറയണില്ല, നമുക്ക് എല്ലാവർക്കും അറിയാലോ കൂട്ടുകറിയുടെ ടേസ്റ്റ്. അപ്പോൾ നമുക്ക് നാളെ വേറൊരു പുതിയ റെസിപ്പി ആയിട്ട് വരാം.